അതെ, ഈ പീലർ കൊണ്ട് പീൽ ചെയ്യാൻ മാത്രമല്ല നമുക്ക് വേറെ നല്ല നല്ല ഉപയോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചിരകാനായിട്ട് ഇനി ചിരവയുടെ ആവശ്യം പോലും ഇല്ല. നമുക്ക് 10 തേങ്ങ വരെ ഈസി ആയിട്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ചിരവി എടുക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്പുകളെന്ന് കാണാം. ശർക്കര നമുക്ക് നല്ല പൊടിയായിട്ട് കിട്ടുന്നതിനായിട്ട് ഇതേപോലെ ഒന്ന് പീൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കണം നല്ല കല്ല് പോലെയുള്ള ഒരു ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും നോക്കിയാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് പീൽ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ നല്ല പൊടിയായിട്ടുള്ള ശർക്കര കിട്ടും നമുക്ക്. അപ്പോൾ അവലും തേങ്ങയൊക്കെ കൂടി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പൊടിയായിട്ടുള്ള ശർക്കരയൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിൽ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ നോക്കി ഫ്രിഡ്ജിലിരുന്ന ശർക്കരയായിട്ട് പോലും നല്ല എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പീൽ ചെയ്യുന്ന പോലെ തന്നെ ക്യാരറ്റ് പീൽ ചെയ്ത് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. രണ്ടറ്റവും കട്ട് ചെയ്ത് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചെറിയ പീസാക്കുന്നതും പീലർ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പീൽ ചെയ്യുന്ന പോലെ തന്നെ ഈ ക്യാരറ്റ് ഫുള്ളായിട്ട് ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ കത്തി ഉപയോഗിച്ചിട്ടാണ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിടുന്നത്. അങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ ചെറിയ കുട്ടികളായാലും അതേപോലെ തന്നെ നല്ല പ്രായമായവരൊക്കെ ആണെങ്കിലും അത് കഴിക്കാറില്ല. അവർക്ക് ആ ക്യാരറ്റിൻ്റെ ബലം അങ്ങനെ കടിച്ച് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ കാണാനും നല്ല ഒരു വെറൈറ്റി ലുക്കാണ്. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ഈസി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. പീലർ ഉപയോഗിച്ച് ക്യാരറ്റ് മാത്രമല്ല ക്യാബേജും ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയാൽ നല്ല നീളം പീസസായിട്ട് നൈസായിട്ട് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തോരൻ വെക്കാനായാലും അതേപോലെ തന്നെ സാലഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ? അപ്പോൾ ഇത് ക്യാബേജ് നല്ല നീളത്തിൽ നൈസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റിൻ്റെ പീസിലേക്ക് കുറച്ച് ക്യാബേജും കൂടി ചേർത്ത് നല്ലൊരു സാലഡ് ഉണ്ടാക്കാം. പച്ചക്കറി കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങാനീര്, പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളും. നമ്മൾ ഏത് ഫുഡ് കഴിച്ചാലും കുറച്ച് വെജിറ്റബിൾസ് ഈ ഒരു രീതിയിൽ കഴിക്കുന്നത് നമ്മുടെ ദഹനത്തിനൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് ചിരവയില്ലാതെ തേങ്ങ എങ്ങനെയാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിരവയില്ലെങ്കിലും കുഴപ്പമില്ല, ചിരവയിൽ ചിരണ്ടിയ പോലെ തന്നെ കറക്റ്റായിട്ട് ഇതേപോലെ നമുക്ക് തേങ്ങ കിട്ടും. അപ്പോൾ എത്ര തേങ്ങ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കാം. ചിരട്ടയുടെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം നമുക്കിത് ഇതേപോലെ കുത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തേങ്ങ ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിയേ എളുപ്പത്തിൽ തന്നെ നമ്മൾ വിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇതിൻ്റെ ആ ഒരു കറുത്ത തൊലി കളഞ്ഞോ കളയാതെ എടുക്കാവുന്നതാണ്. പക്ഷേ ഈ കറുത്ത തൊലി പോയാൽ മാത്രമാണ് നമുക്ക് നല്ല ഫൈനായിട്ട് നമ്മൾ തേങ്ങ ചിരണ്ടി എടുക്കുന്നത് പോലെ കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. പീലർ ഉപയോഗിച്ച് തൊലിയെല്ലാം ആ കറുത്ത തൊലിയെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ അരക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലാവുമ്പോൾ കൂടുതൽ തേങ്ങ കൊള്ളുകയും ചെയ്യും, നല്ല നൈസായിട്ട് തേങ്ങ ചിരകിയ പോലെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൾസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒറ്റയടിക്ക് അരക്കരുത്, പൾസ് ചെയ്ത് ഇതേപോലെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ നോക്കി ശരിക്കും നമ്മൾ ചിരവയിൽ ചിരണ്ടിയ പോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് തേങ്ങ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഞായറാഴ്ചയൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള തേങ്ങ നമുക്കുണ്ടാവും. പിന്നെ നമ്മൾ വറുത്തരച്ച കറികളൊക്കെ വെക്കുമല്ലോ, അപ്പോൾ നമ്മൾ തേങ്ങ ചിരവയിലാണ് ചിരണ്ടുന്നതെങ്കിൽ പല വലിപ്പത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലത് കരിഞ്ഞു പോകും, ചിലത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇതുപോലെ ചെയ്ത തേങ്ങയാണ് വറുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്തും കിട്ടും. അതേപോലെ തന്നെ എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് വറുത്തെടുക്കാനും പറ്റും. ഇതുപോലെ തേങ്ങ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക കൂടി ചെയ്യണേ. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.